ഈ വർഷം ഹജ്ജിന് കുട്ടികളെ വിലക്കി സൗദി അറേബ്യ. തീർത്ഥാടകർക്കൊപ്പം കുട്ടികളെ കൊണ്ടുവരുന്നതിനാണ് വിലക്ക്. കുട്ടികളുടെ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനം. ഓരോ വർഷവും 20 ലക്ഷത്തിലേറെ പേരാണ് ഹജ്ജ് വേളയിൽ മക്കയിലെത്തുക. ഈ വേളയിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജിന് വരുന്ന ആഭ്യന്തര വിദേശ തീർത്ഥാടകർ ചെറിയ മക്കളെയും കൂടെ കൂട്ടാറുണ്ട്. ഈ വർഷം കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കില്ല. 2025 ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. സൗദിയിലെ പൗരന്മാർക്കും താമസക്കാർക്കും നുസൂക്ക് ആപ്പ് വഴിയോ ഔദ്യോഗിക പോർട്ടൽ വഴിയോ രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യക്കുള്ള തീർത്ഥാടകരുടെ ക്വാട്ടയും സൗദി അറേബ്യ അനുവദിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ദുൽ ഹജ്ജ് മാസത്തിലാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം സൗദി അറേബ്യയിലെ മക്കയിൽ നടത്തുക. കഴിവുള്ളവർ നിർബന്ധമായും ഹജ്ജ് ചെയ്യണമെന്നാണ് ഇസ്ലാമിക വിശ്വാസ പ്രമാണം. ഉംറയുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് ഹജ്ജിനുമുള്ളത്. കൂടാതെ അറഫ സംഗമം ഹജ്ജിന്റെ പ്രത്യേകതയാണ്. ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കുന്നവർ കൂടെ വരുന്ന മറ്റുള്ളവരുടെ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിച്ചു നൽകേണ്ടതാണ്. കേരളത്തിൽ നിന്ന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയും സർക്കാർ ക്വാട്ടയിലും ഹാജിമാർക്ക് മക്കയിലേക്ക് പോകാൻ സാധിക്കും. സൗദി അറേബ്യ വിസ നിയമത്തിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ നിർത്തിവച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണിത്. സിംഗിൾ എൻട്രി വിസ മാത്രമാണ് ഇനി ഇവർക്ക് അനുവദിക്കുക. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സൗകര്യം വിപുലമാക്കുന്നതിനാണ് ഇതെന്ന് കരുതുന്നു. ഇന്ത്യയെ കൂടാതെ അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ടുണീഷ്യ, യമൻ എന്നീ രാജ്യക്കാർക്കാണ് മൾട്ടിപ്പിൾ എൻട്രി വിസ സൗദി നിർത്തിവച്ചിരിക്കുന്നത്. ടൂറിസം, ബിസിനസ്, ഫാമിലി വിസിറ്റ് എന്നീ ആവശ്യങ്ങൾക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് നിർത്തിയത്. ഇവർക്ക് ഒരു തവണ മാത്രം പ്രവേശന അനുമതി നൽകുന്ന സിംഗിൾ എൻട്രി വിസ ഉപയോഗിക്കാം. 30 ദിവസമായിരിക്കും ഇതിന്റെ കാലാവധി.